ഹലോ ഗായ്സ്, എല്ലാവർക്കും ക്വിസ് ആൻഡ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ ക്വിസ് ആൻഡ് ലേണിങ്ങിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് എസിൻ്റെ ക്വസ്റ്റ്യൻസ് വേണോ അതോ USSൻ്റെ ക്വസ്റ്റ്യൻസ് വേണോ എന്ന് ചോദിച്ചിരുന്നു. ചോദ്യങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് USSൻ്റെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ USSൻ്റെ ചോദ്യങ്ങളാണ് ഇടാൻ പോകുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ക്വിസ് ആൻഡ് ലേണിങ്ങിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ചേരാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം PDF വഴി ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഏത് മുഗൾ ചക്രവർത്തിയാണ് ചെങ്കോട്ട സ്ഥാപിച്ചിട്ടുള്ളത്? ഈ വീഡിയോയിൽ നമ്മൾ ടൈം കൊടുക്കുന്നില്ല, കാരണം വീഡിയോയിലെ ലെങ്ത് കൂടുമെന്ന് കരുതിയിട്ടാണ് ടൈം കൊടുക്കാത്തത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: ഷാജഹാൻ ചക്രവർത്തിയാണ് ചെങ്കോട്ട സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആര്? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: ബാബർ. 1526 ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത്. നാലാമത്തെ ചോദ്യം ഇതാണ്: ഏത് പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചിട്ടുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ 5 ചോദ്യങ്ങളാണ് ഇടാൻ കരുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. മുഗൾ ഭരണകാലത്ത് പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ്?